പത്തനംതിട്ട ജില്ലയിലെ വളരെ മനോഹരമായ മലയോര ഗ്രാമമായ കോന്നി പഞ്ചായത്തിൻ്റെയും മലയാലപ്പുഴ പഞ്ചായത്തിൻ്റെയും ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു കിഴക്കുപുറം എന്ന് പറയുന്ന നാടിനെയാണ് ഞാൻ നിങ്ങളെ ആദ്യം പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പൊന്നേപ്പള്ളിയുടെ മുറ്റത്താണ്, തിരുമുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിന് അനേകം സവിശേഷതകളുണ്ട്. ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അനേകായിരം രോഗികളും കുഞ്ഞുങ്ങളില്ലാത്തവരും മറ്റുള്ളവരുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുള്ളവരും ഈ പള്ളിയിൽ വന്ന് ഭാഗ്യം സൃഷ്ടിച്ചു പോകാറുണ്ട്. മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിൻ്റെയും പരിശുദ്ധമായ പുണ്യഭൂമിയായ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൻ്റെയും നടുഭാഗത്തായിട്ടാണ് ഈ കൃഷിയിടം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിനോടൊപ്പം തന്നെ പറയാനുള്ള എൻ്റെ കൃഷിയെപ്പറ്റി വാഴക്കൃഷി, ഏത്തവാഴയാണ് കൂടുതലുമുള്ളത്, കുടിവാഴ, കോഴി ഫാം, കാച്ചിൽ, ചേമ്പ്, ചേന, ഇഞ്ചി, മത്സ്യകൃഷി, മൊത്തം കാര്യങ്ങളും ഇതിനോടൊപ്പം നെൽകൃഷി ഇതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ, റബ്ബർ കൃഷി, ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഇത് 15 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ്. ഇതിനെ ഞാൻ 600-700 കുഞ്ഞുങ്ങളെ ഒന്നിച്ച് ഇട്ടാണ് ആദ്യം വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പം സൗകര്യാർത്ഥം ഇപ്പോൾ അത് എണ്ണം കുറച്ചിരിക്കുകയാണ്. ഇപ്പം ഓൾമോസ്റ്റ് ഒരു 300 എണ്ണമേ ഉള്ളൂ ഈ കൂടിനകത്ത്. ഇത് 15 ദിവസം കഴിയുമ്പോൾ അടുത്ത സെക്ഷൻ 2ലേക്ക് മാറ്റും, അവിടെ ഉള്ളത് 3ലേക്ക് മാറ്റും. ലാസ്റ്റ് കാണുന്നത് ഏകദേശം ഇപ്പം 40 ദിവസം പ്രായമാണ്. അതൊരു 3 കിലോയിൽ കൂടുതൽ ഇപ്പം തൂക്കമായി കഴിയും. അത് യാതൊരു വിധമായ ഹോർമോൺ മരുന്നുകളോ മറ്റുള്ള ഒരു കാര്യങ്ങളും കൊടുക്കാതെ ഞങ്ങൾ സ്വന്തമായിട്ടുള്ള ഞങ്ങളെ ചോളം, ഗോതമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് പൊടിച്ച് ധാന്യങ്ങൾ മാത്രം കൊടുത്താണ് ഇപ്പോൾ ഈ 45 ദിവസമായത് 3 കിലോ കൂടുതലാക്കിയത്. സാധാരണ ജനങ്ങളുടെ ഇടയിൽ വളരെ തെറ്റിദ്ധാരണയുണ്ട്. ഹോർമോൺ കുത്തിവെച്ച് വളരെയധികം തൂക്കം കൂട്ടിയാണ് ഹാർച്ചറികൾ ഈ ഫാമുകളിലൊക്കെ കോഴികളെ വിൽക്കുന്നത്. ഇത് സ്വന്തമായിട്ട് ഗ്രാമീണ തലത്തിൽ ഞങ്ങൾ ചെയ്തെടുത്ത ഈ ഒരു സംരംഭം വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ ഓടുന്നു. ഇത് 3 സെക്ഷൻ കഴിഞ്ഞു. ഇനി 4ാമത്തെ കുഞ്ഞുങ്ങളെ ഇന്ന് കൊണ്ടും അതങ്ങനെയാണ് ഇതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് ആവശ്യമുള്ളവർക്ക് വീട്ടിൽ തന്നെ നമ്മൾ വിൽക്കുന്നുണ്ട്. നാട്ടിൽ നല്ല സഹകരണമാണ് എല്ലാവരുടെയും. പൊതുജനങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് വെള്ളം കൊടുക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ആദ്യത്തെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മോട്ടോർ ഉപയോഗിക്കാതെ കൊടുക്കുന്നത്. നമ്മൾ വെള്ളം ശുദ്ധജലം നമ്മുടെ കിണറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ വെള്ളമാണ് ഞങ്ങൾ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റേതാണ് ഈ സ്റ്റാർട്ടർ 1 എന്ന് പറയുന്ന ഫീഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നഷ്ടങ്ങളൊന്നും വന്നില്ല. ഒരു 300 കുഞ്ഞുങ്ങളെ ഇറക്കിയാൽ ഇപ്പോൾ ഒരു 5-6 എണ്ണ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൂ. അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഇല്ല. മറ്റുള്ള കർഷകരോട് ഇതിലേക്ക് കൂടുതൽ താല്പര്യമായിട്ട് കാര്യങ്ങൾ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ മുമ്പേ കാണിച്ച കുഞ്ഞുങ്ങളുടെ 3rd സെക്ഷനാണ് ഈ കാണുന്നത്. ഇതിപ്പം പൂർണ്ണ വളർച്ചയെത്തിയ കോഴിയാണ്. ഇത് ഒരു 2.5 കിലോ മുതൽ 3 കിലോ വരെ തൂക്കമുള്ളതുണ്ട്. ഇതിന് ഫാം റേറ്റ് ഞങ്ങൾക്ക് 85 രൂപ വെച്ച് ഇപ്പം കിട്ടുന്നുണ്ട്. പിന്നെ കടകളിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കടയുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്, അവിടെ ആൾക്കാർ വന്ന് വാങ്ങാറുണ്ട്. കടകളിൽ കിട്ടുന്ന ചിക്കനേക്കാളിലും വളരെയധികം
വളരെയധികം പ്രത്യേകത ഈ ഇതിനുണ്ട്. ഞങ്ങൾ ശുദ്ധജലത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ, ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെയാണ് ഇതിന് കൊടുക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഞങ്ങൾ ഇതിൻ്റെ ഫീഡ് ഞങ്ങൾ തന്നെ നിശ്ചയിക്കുന്ന അളവിലും തോതിലും ആവശ്യാനുസരണം മാത്രമേ കൊടുക്കുന്നുള്ളൂ. യാതൊരു വിധമായ ഹോർമോണോ അല്ലെങ്കിൽ അത് വെളിയിൽ നിന്ന് വാങ്ങുന്ന തീറ്റകളോ ഒന്നും കൊടുക്കാറില്ല. ധാന്യങ്ങൾ മാത്രമാണ് പൊടിച്ചതിന് നൽകുന്നത്. ഗോതമ്പ്, ചോളം, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ, പയർ, ഇതൊക്കെ ആദ്യത്തെ സ്റ്റെപ്പിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാ ഇതിൻ്റെ കാരണമെന്ന് എനിക്ക് തോന്നുന്നത് ഇത്രയും നല്ല ഭംഗിയായിട്ട് വളരാനും മറ്റുള്ള കാരണമെന്നാണ് എൻ്റെ വിശ്വാസം. ടാങ്ക് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഞാൻ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ തന്നെ ഒരു ലൈനാണ് ഈ കോഴികൾക്കും കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന അതേ വെള്ളം തന്നെയാണ് ഹോറിസോണ്ടൽ ലൈനിൽ ചരിച്ച് പൈപ്പുകൾ വെച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആവശ്യാനുസരണം ഇതിനകത്തെ വെള്ളം പറ്റുമ്പോൾ ഈ മോട്ടർ മേപ്പോട്ട് പമ്പ് ചെയ്യുമ്പം വെള്ളം വരും. അതിനുശേഷം ആവശ്യാനുസരണം കൊടുത്തതിന് ശേഷം അത് തിരിച്ചു വെക്കുമ്പോൾ അത് വീണ്ടും സ്റ്റോപ്പ് ചെയ്യും. കോഴി തന്നെയാണ് ഇത് കുടിക്കുന്നത്. കുടിച്ചു കഴിയുമ്പോൾ വെള്ളം തീരുന്നതനുസരിച്ച് ഈ ഓസ് വഴി വെള്ളം താഴോട്ട് വരും. പഞ്ചായത്തിൻ്റെ സഹായത്തോടും അതോടൊപ്പം തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടും കൂടി ഞങ്ങൾ ചെയ്യുന്നൊരു മത്സ്യകൃഷിക്കുളമാണ് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിലേക്കെന്ന് പറഞ്ഞാൽ രണ്ട് തരം മത്സ്യങ്ങളെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു. കട്ട്ലെ, ഗ്രാസ് കാർപ്പ് ഇങ്ങനെ പറയുന്ന 2 തരം മത്സ്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഗ്രാസ് കാർപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വേസ്റ്റ് വരുന്ന ഈ പുല്ലുകളൊക്കെ മെഷീനിലടിച്ച് ഞങ്ങൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ ചീനിയില, ഞാൻ മുമ്പേ തേനെടുക്കുന്നതിന് ശേഷം ഞങ്ങൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഇത് ഗ്രാസ് കാർപ്പ് ഇത് മൊത്തം കഴിച്ച് അതിൻ്റെ ഭക്ഷണം അത് വെജിറ്റബിൾസാണ്. അത് എന്തെങ്കിലുമൊക്കെയുള്ള പച്ചക്കറിയുടെ വേസ്റ്റുകൾ, മറ്റുള്ളത് ഇതുപോലെ തന്നെയുള്ള പുല്ലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഗ്രാസ് കാർപ്പ് കഴിക്കുന്നത്. മറ്റുള്ളവർ എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിണ്ണാക്ക്, നമ്മൾ വേപ്പും പിണ്ണാക്ക് പോലുള്ള നമ്മുടെ ഈ ചെറിയ പില്ലറ്റ് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇതിന് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് അതിനെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. കടലപ്പിണ്ണാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ള സാധനത്തിന്, നമ്മൾ കട്ട്ലെന്ന് പറയുന്ന സാധനത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 10 കിലോ വരെയുള്ള മത്സ്യങ്ങളെ ഞങ്ങൾ ഇതിനകത്തുനിന്ന് പിടിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ഈ കുളം നടന്നു പോകുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഫിഷറീസിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് സബ്സിഡികൾ തന്ന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി. അതിന് വളരെ താങ്ക്സ് അവരോടുണ്ട്. എന്നിരുന്നാൽ തന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന് കാണുകയും അവരൊക്കെ ഇതിനകത്ത് വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് വേണ്ട ഉപദേശങ്ങൾ തരികയൊക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ പ്രമാടത്ത് പോയിട്ട് ഞങ്ങൾ ഈ സൗന്ദര്യ മത്സ്യത്തിൻ്റെ അതൊന്നേ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളവിടെ ക്ലാസ്സിന് പോയിട്ടുണ്ട്. ഞങ്ങളതിന് സർട്ടിഫിക്കറ്റ് 2 പേരും അവിടെ നേടിയതാണ്. പ്രമാടം പഞ്ചായത്തിൽ നിന്ന് മന്ത്രി ഞങ്ങൾക്ക് ഏറ്റവും നല്ല കർഷകർ എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ പ്രമാടം പഞ്ചായത്തിൻ്റെ ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ഈ കുളം നടന്നു പോകുന്നു. മറ്റുള്ളവർക്ക് ഇങ്ങനെ ഉള്ള കുളങ്ങളുണ്ടെങ്കിൽ ഈ ഒരു കൃഷിയിലേക്ക് വരുന്നത് വളരെ മെച്ചമായിരിക്കുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നിബു ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചോളം ഒരു അഭിമാനമായിട്ട് മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഒരുപക്ഷെ അനേക ചെറുപ്പക്കാർക്ക്, ഈ പ്രായത്തിലുള്ളവർക്ക് ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് നിബുവിൻ്റെ ഈ കാലഘട്ടത്തിലുള്ള ജീവിതമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ പ്രധാനപ്പെട്ട കാരണം നിബു പ്രകൃതിയെ സ്നേഹിച്ചു, പ്രകൃതിയിൽ നിന്നും മറ്റുള്ളവർക്ക് പ്രയോജനകരമായ കാര്യങ്ങളൊക്കെയും അത് വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെയും ചെയ്യുവാനായിട്ട് നിബു ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തൻ്റെ പറമ്പും തൻ്റെ പാടവുമൊക്കെ തൻ്റെ അധ്വാനത്തിലൂടെ, തൻ്റെ കഷ്ടപ്പാടുകളിലൂടെ ഇന്ന് പ്രത്യേകിച്ച്
ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുവാൻ തക്ക വിധത്തിലേക്ക് തൻ്റെ ആരോഗ്യം മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. നിബുവിൻ്റെ ഫാമിലേക്ക് കടന്നു ചെന്നാൽ നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും വ്യത്യസ്തമായിട്ടുള്ളതായ കൃഷി രീതികൾ, കൃഷികൾ. അത് നെല്ലിൻ്റെ കാര്യത്തിനായിരുന്നാലും കപ്പയുടെ കാര്യത്തിനായിരുന്നാലും മീൻ കൃഷിയുടെ കാര്യത്തിനായിരുന്നാലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ചില കൃഷികളൊക്കെയും അവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. ദൂരദർശൻ്റെ കാഴ്ചക്കാർക്കൊക്കെയും ഈ നാടിനെ പരിചയപ്പെടുത്തുവാൻ, ഈ നാടിനെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എടുത്തു കാണിക്കുവാൻ നിബുവിൻ്റെ ഈ വലിയ പരിശ്രമത്തിന് ഒരു പരിധിവരെ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടു കൂടി നിബുവിനെ കാണുകയാണ്. എൻ്റെ കുടുംബാംഗമാണെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. വാർപ്പുരയിൽ കുടുംബത്തിൽപ്പെട്ടതായ നിബു വേണമെങ്കിൽ അധ്വാനിക്കാതെ അല്ലെങ്കിൽ തൻ്റെ വിദേശ ജോലി വഴിയായിട്ടുള്ള പണം കൊണ്ട് സുഗമനായിട്ട് കഴിയാമായിരുന്നിട്ടും ഇപ്രകാരം ഒരു യജ്ഞത്തിലേക്ക് അദ്ദേഹം മാറിയപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശസ്തിയും പേരും ഉണ്ടായി എന്നത് ഞാൻ സന്തോഷത്തോടെ കാണുകയാണ്. ഞങ്ങളുടെ കൊച്ചു ഗ്രാമമാണെങ്കിൽ പോലും അവിടെ പലതുകൊണ്ടും പ്രത്യേകതയുള്ള ഒരു ഗ്രാമമാണ്. വളരെ പുരാതനമായ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയം ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചോളം വലിയൊരു അഭിമാനമാണ്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ മെയ് മാസം 5, 6 തീയതികളിൽ ഞങ്ങളുടെ നാട്ടിൽ ആഘോഷിക്കുമ്പോൾ അത് നാടിൻ്റെ ഒരു വലിയ ഉത്സവമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. ധാരാളം ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആ തിരുനാളിൽ സംബന്ധിക്കുവാനായിട്ട്, ജാതി മത വ്യത്യാസമില്ലാതെ സംബന്ധിക്കുവാനായിട്ട് അവിടെ കടന്നു വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ 2-3 ക്രൈസ്തവ ദേവാലയം, പ്രത്യേകിച്ച് സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയം, അതുപോലെ തന്നെ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സിൻ്റെ മറ്റൊരു ദേവാലയം, അങ്ങനെ പല ദേവാലയങ്ങളിൽ ചുറ്റപ്പെട്ടതായ ഒരു കൊച്ചു ഗ്രാമമാണ് ഞങ്ങളുടെ ഈ കിഴക്കുപുറം എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയത്തോടനുബന്ധിച്ച് ഒരു മനോഹരമായ ഒരു ഗ്രോട്ടോ അവിടെ പണിയപ്പെട്ടു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുശേഷിപ്പ് ആ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകൾ തമ്മിലുള്ളതായ സ്നേഹവും ഐക്യവും യോജിപ്പും അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായ ഈ പ്രദേശത്ത് നിബുവിൻ്റെ ഈ കർഷക സ്നേഹം, ഈ കൃഷി സ്നേഹം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമാണെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇഞ്ചി കൃഷിയെപ്പറ്റി പറയുകയാണെങ്കിൽ മറ്റ് പഴുപ്പും മറ്റു കാര്യങ്ങളും ഒന്നും വന്നു പോയില്ലെങ്കിൽ വളരെ ലാഭകരമായിട്ടുള്ളൊരു നല്ല കൃഷിയാണ് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. ഇഞ്ചി ഇത് നട്ടിട്ടിപ്പോൾ 1 വർഷത്തോളമായി. ഇപ്പോൾ ഇത് കളയ്ക്കാൻ സമയമായി. വിലക്കുറവ് കാരണത്താൽ കളയ്ക്കാതിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇതിനധികം വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ജൈവവളത്തിൽ കൂടെയാണ് ഇതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം ചാണകപ്പൊടിയാണ് ഇതിനാദ്യം അടിസ്ഥാന വളമായിട്ട് കൊടുത്തത്. അതോടൊപ്പം തന്നെ വേപ്പും പിണ്ണാക്ക് വളരെ നല്ലൊരു അടിസ്ഥാന വളമാണ് ഇഞ്ചിക്ക്. സെറാമിൻ ഇങ്ങനെയുള്ള ജൈവവളം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്പം യൂറിയ അവസാനം ഇട്ടിട്ടുണ്ട്. അതല്ലാതെ വേറൊരു വളവും ഇതിനകത്ത് ചെയ്തിട്ടില്ല. വളരെ നല്ല ഭംഗിയായിട്ട് ഇന്നിപ്പോൾ ഇത് നിൽക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഇഞ്ചി കൃഷി വളരെ താല്പര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 2 കിൻഡൽ ഇഞ്ചിയോളം ഇപ്പോൾ ഇതിനകത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. പഴയത് വേറെ കിടപ്പുണ്ട്. അത് നല്ല രീതിയിൽ കൃഷി ചെയ്യുവാണെങ്കിൽ ഇഞ്ചി കൃഷി വളരെ മെച്ചമായിട്ടുള്ള ഒരു കൃഷിയാണിത്. ഇത് എൻ്റെ റബ്ബർ തോട്ടമാണ്. ഇത് വിവിധ തരം റബ്ബറുകളാണ് ഞാനിവിടെ സാധാരണ ആൾക്കാർ വെക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 105 ഉണ്ട്, 414 ഉണ്ട്, മറ്റേ GT ഉണ്ട്. ഇങ്ങനെ പലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഒരു കാരണം ഏത് സമയത്തും ഒരേ റേഷ്യോയിൽ പാൽ അളവ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഇതിനെ സംരക്ഷിച്ച് വരുന്നത്. 6 വർഷത്തോളം ആയി ഈ റബ്ബർ നട്ടിട്ട്. ഇതിനിപ്പോൾ 24 ഇഞ്ച് വണ്ണത്തിൽ കൂടുതൽ ആയിട്ടുണ്ട് ഈ റബ്ബർ. അപ്പോൾ ഇതുവരെ ഉപയോഗിച്ചിരിക്കുന്ന വളം ഞാനിതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് റബ്ബർ ബോർഡിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ചാണകം ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം റബ്ബർ ബോർഡിൻ്റെ റബ്ബർ മിക്സറാണ് ഏറ്റവും കൂടുതൽ ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് കൃഷിയോടൊപ്പം തന്നെ എനിക്ക് കപ്പ കൃഷിയുമുണ്ട്. കപ്പ കൃഷിയും ഇഞ്ചി കൃഷിയുമാണ് ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കപ്പയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം പിഴാൻ 2 മാസം കൂടെ ബാക്കിയുള്ളപ്പോഴാണ് കപ്പ പിഴാൻ ഉദ്ദേശിക്കുന്നത്. കപ്പയ്ക്ക് സാധാരണ ഉള്ള വളരെ മറ്റ് കൃഷിയേക്കാളും വളരെ ലാഭകരമാണ് കപ്പ കൃഷി.
ഇതിന് ഗുണകരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയ്ക്ക് ഇപ്പം മാർജിൻ നല്ല വിലയുണ്ട്. 25 രൂപ മുതൽ 30 രൂപ വരെ ഇതിന് വില നമുക്ക് കമ്പോളങ്ങളിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് വേല കുറച്ച് ചെയ്താൽ മതി, വളം കുറച്ച് മതി. ജൈവവള കൃഷിയിലാണ് ഞാൻ കൂടുതലും ഈ കപ്പ വളർത്തുന്നത്. എൻ്റെ കോഴി ഫാമിൽ നിന്നുള്ള കോഴി വേസ്റ്റും കോഴിയുടെ കാഷ്ടം പിന്നെ അതോടൊപ്പം തന്നെ വേപ്പും പിണ്ണാക്കും യൂറിയായി മാത്രമേ ഉള്ളൂ കപ്പയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. ഏകദേശം 1000 മൂട് ഇപ്പോൾ ഇതിനകത്ത് നട്ടിട്ടുണ്ട്. അതിനകത്ത് വിവിധ തരം കപ്പകളുണ്ട്. ബ്ലോക്ക് കപ്പയുണ്ട്, ഞങ്ങളുടെ ഈ നാട്ടിൽ ബ്ലോക്ക് കപ്പ എന്ന് പറയുന്ന കപ്പയുണ്ട്. അതുപോലെ സുമോ കപ്പ എന്ന് പറയുന്ന കപ്പയുണ്ട്. അതുപോലെ 6 മാസ കപ്പ എന്ന് പറയുന്ന പച്ച ഇലയുള്ള ഈ തരത്തിലുള്ള കപ്പകളുണ്ട്. പക്ഷേ ഇത് 6 മാസമൊന്നുമല്ല, 8-9 മാസം ആയാൽ ഇത് പിഴാൻ പറ്റത്തുള്ളൂ. നല്ല വിളവാണ് ഇതിനകത്തുനിന്ന് ലഭിക്കുന്നത്. ഈ കമ്പുകൾ ഞാൻ വീണ്ടും ഇത് സംരക്ഷിച്ച് ഇത് തന്നെ വീണ്ടും ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. 10 കിലോ 15 കിലോ വരെ തൂക്കം ഒരു മൂട് കപ്പയിൽ നിന്നും കിട്ടുന്നുണ്ട്. സുമോ കപ്പയാണേലും വളരെ നല്ല രീതിയിലൂടെ വിളവ് കിട്ടുന്നുണ്ട് എനിക്ക്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പന്നി വളർത്തലിന് ധനസഹായം. കായതുരപ്പൻ പുഴുക്കൾക്കെതിരെ പരിസ്ഥിതി സൗഹൃദ നിയന്ത്രണ രീതി. മഞ്ഞൾ സംസ്കരണത്തിന് സൗകര്യം. വിശദമായ വാർത്തകളിലേക്ക്. കൂത്താട്ടുകുളത്ത് ഇടയാറിൽ പ്രവർത്തിക്കുന്ന മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ കർഷകർക്ക് പന്നി വളർത്താൻ സഹായം നൽകുന്നു. സംസ്ഥാനത്ത് 500ഓളം കർഷകർക്ക് 10 പന്നികളെ വീതം നൽകാനാണ് പദ്ധതി. പന്നികളെ 25% സബ്സിഡിയോടുകൂടി കർഷകർക്ക് നൽകും. ഇതോടൊപ്പം കൂടുണ്ടാക്കാൻ 30,000 രൂപയുടെ ധനസഹായവുമുണ്ട്. കൂടാതെ 6 മാസത്തേക്കുള്ള തീറ്റയുടെ ചെലവിന്റെ 25% തുകയും മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ നൽകും. 6 മാസം വരെയാണ് വളർത്തൽ കാലം. തുടർന്ന് കുഞ്ഞുങ്ങളെ വില നൽകി തിരികെ വാങ്ങും. വിശദ വിവരങ്ങൾക്ക് ഇടയാറിലുള്ള മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെടുക. കുരുമുളകിൽ ദ്രുതവാട്ടം വ്യാപകമാകുന്നതായി മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രം. രോഗം ബാധിച്ച വള്ളികൾ കത്തിച്ച് നശിപ്പിക്കണം. മറ്റു വള്ളികളിലേക്കുള്ള രോഗബാധ തടയാൻ കോപ്പർ ഓക്സി ക്ലോറൈഡ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ വള്ളികളിലും ചുവട്ടിലും സ്പ്രേ ചെയ്യുക. വഴുതനവർഗ പച്ചക്കറി വിളകൾ ആക്രമിച്ച് തണ്ടും കായും തുരക്കുന്ന കീടത്തിനെതിരെ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ ഗവേഷണ കേന്ദ്രം പരിസ്ഥിതി സൗഹൃദ നിയന്ത്രണ രീതി വികസിപ്പിച്ചു. ട്രൈക്കോഗ്രാമ കിലോനിസ് എന്ന മിത്ര കീടത്തിന്റെ 250 മുതൽ 400 മുട്ടകൾ വരെ പതിപ്പിച്ച ട്രൈക്കോ കാർഡുകൾ 10 അടി അകലം വിട്ട് കൃഷിയിടത്തിൽ കമ്പുകളിൽ കെട്ടിത്തൂക്കണം. ഈ മിത്ര കീടം കായതുരപ്പിന്റെ പുഴുക്കളെ കൊന്നൊടുക്കും. കൂടുതൽ ഫലവത്തും ചിലവ് കുറഞ്ഞതുമാണ് ഈ പ്രക്രിയ. കൂടുതൽ വിവരങ്ങൾക്ക് 08028466420 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 08028466420.
ടൂറിസം വകുപ്പ്, കൃഷി വകുപ്പ്, മത്സ്യഫെഡ്, നഗരസഭ, കേരള റോസ് സൊസൈറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം കനകക്കുന്നിൽ പുഷ്പോത്സവം സംഘടിപ്പിക്കും. ഈ മാസം 9 മുതൽ 18 വരെയാണ് പുഷ്പോത്സവം. നടീൽ വസ്തുക്കൾ, കാർഷിക ഉപാധികൾ, യന്ത്രങ്ങൾ, ഫലവർഗ്ഗങ്ങൾ എന്നിവയുടെ വിൽപ്പനയും ഉണ്ടാകും. ടെറസിൽ കൃഷി ചെയ്യുന്നവർക്കുള്ള മത്സരവും സ്കൂൾ തലത്തിൽ പച്ചക്കറി കൃഷിത്തോട്ട മത്സരവും നടക്കും. വിശദവിവരങ്ങൾക്ക് 0471 231 6354. നമ്പർ ഒരിക്കൽ കൂടി 0471 231 6354. മഞ്ഞൾ സംസ്കരണത്തിനും വിപണനത്തിനും കർഷകരെ സഹായിക്കുന്നതിനായി ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം സൗകര്യമൊരുക്കുന്നു. ടർമറിക് ബോയിലർ, ടർമറിക് പോളിഷർ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള സംസ്കരണത്തിനാണ് സൗകര്യമൊരുക്കുന്നത്. കൂടാതെ മഞ്ഞൾ ഇനങ്ങളായ പ്രഭ, പ്രതിഭ, ആലപ്പി സുപ്രീം, കേദാരം എന്നിവയുടെ നടീൽ വസ്തുക്കൾ കേന്ദ്രത്തിൽ ലഭ്യമാണ്. നടീൽ വസ്തുക്കൾക്കും സംസ്കരണത്തിനും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0479 244 9268. നമ്പർ ഒരിക്കൽ കൂടി 0479 244 9268. വിവേചനരഹിതമായ യൂറിയ പ്രയോഗം ഒഴിവാക്കേണ്ടതാണ്. ഇതുമൂലം വിളനഷ്ടവും പരിസ്ഥിതിക്ക് ആഘാതവും ഉണ്ടാക്കുന്നു. ശ്രദ്ധിക്കുക, യൂറിയയുടെ 2/3 ഭാഗവും ബാഷ്പീകരണം വഴി നഷ്ടമാകുന്നു. യൂറിയ നൈട്രജൻ പ്രദാനം ചെയ്യുന്നു. എന്നാൽ ഇത് ഫോസ്ഫറസ്, പൊട്ടാസ്യം, മറ്റ് സൂക്ഷ്മ പോഷണങ്ങൾ എന്നിവയ്ക്ക് പകരമല്ല. മറ്റു വളങ്ങളുമായി ചേർത്ത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ യൂറിയയുടെ യഥാർത്ഥ ഉപയോഗം ലഭിക്കുകയുള്ളൂ. യൂറിയയുടെ അമിത പ്രയോഗം കൂടിയ സസ്യവളർച്ചയ്ക്കും കുറഞ്ഞ വിളവിനും കാരണമാകുന്നു. യൂറിയയുടെ അമിത ഉപയോഗം മിത്ര ബാക്ടീരിയകളുടെയും നാശത്തിന് വഴിവെക്കുന്നു, പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കുന്നു. യൂറിയയുടെ പ്രയോഗം ആവശ്യത്തിന് മാത്രം, ആവശ്യമറിഞ്ഞു മാത്രം. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 13,800 രൂപ, കോഴിക്കോട് 15,000 രൂപ, തൃശൂർ 14,100 രൂപ. കൊപ്ര കൊച്ചി 9,210 രൂപ, കോഴിക്കോട് 10,100 രൂപ, തൃശൂർ 9,430 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,000 രൂപ. ചുക്ക് മീഡിയം 20,000 രൂപ, ചുക്ക് ബെസ്റ്റ് 22,000 രൂപ. മഞ്ഞൾ സേലം 7,800 രൂപ, മഞ്ഞൾ ഈറോഡ് 8,400 രൂപ. അടയ്ക്ക പുതിയത് 14,000-നും 15,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 11,700 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,400 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 12,000 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,500 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 13,800 രൂപ, കൊപ്ര 9,210 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,000 രൂപ. ചുക്ക് മീഡിയം 20,000 രൂപ, ചുക്ക് ബെസ്റ്റ് 22,000 രൂപ, മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 15,000-നും 15,750-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250-നും 260-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 450-നും 470-നും മധ്യേ. ജാതിപത്രി 700-നും 775-നും മധ്യേ. ഗ്രാമ്പു 995. റബ്ബർ RSS 5 ഗ്രേഡ് 11,700 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,400 രൂപ. ഒട്ടുപാൽ 8,200 രൂപ, ലാറ്റക്സ് 8,400. കമ്പോള അവലോകനം. റബ്ബർ വീണ്ടും പരുങ്ങലിലേക്ക് നീങ്ങുമെന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം ഇടപാടുകാർ. ടയർ നിർമ്മാതാക്കളും ഉത്തരേന്ത്യയിലെ ചെറുകിട വ്യവസായികളും ഷീറ്റ് സംഭരണം കുറച്ചത് സ്റ്റോക്കിസ്റ്റുകളെ പിരിമുറുക്കത്തിലാക്കി. കൊച്ചിയിൽ RSS 4 ഗ്രേഡ് ഷീറ്റിന് 300 രൂപ കുറഞ്ഞ് 12,400 രൂപയായി. 5 ഗ്രേഡ് 11,700 ഇടിഞ്ഞു. റബ്ബർ അവധി വ്യാപാര രംഗവും വിൽപ്പന സമ്മർദ്ദത്തിലാണ്. കുരുമുളക് സീസൺ ആരംഭിച്ചതോടെ ഉൽപ്പന്നത്തിന്റെ ലഭ്യത ഉയർന്നു. കൊച്ചി മാർക്കറ്റിൽ ഗാർബിൾഡ് കുരുമുളക് വില വീണ്ടും 500 രൂപ ഇടിഞ്ഞ് 71,000 രൂപയിലാണ് ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചത്. കൊച്ചിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ മൊത്തം 1,03,778 കിലോ ചരക്ക് ലേലം കൊണ്ടു. ഏലക്ക വരവ് ഉയർന്നെങ്കിലും ശക്തമായ ആഭ്യന്തര ഡിമാൻഡ് ഉൽപ്പന്നത്തിന് താങ്ങായി. മികച്ച ഇനം ഏലം കിലോ 1,162 രൂപയിലും ശരാശരി ഇനങ്ങൾ 862 രൂപയിലുമാണ്. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വില വീണ്ടും വർദ്ധിച്ചു. പ്രാദേശിക വാങ്ങലുകാരിൽ നിന്നുള്ള ഡിമാൻഡ് വെളിച്ചെണ്ണയെ ചൂടുപിടിപ്പിച്ചു. കാലാവസ്ഥ.
കണ്ണൂർ കൂടിയ താപനില 34.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.2, 23.7. കൊച്ചി 32, 24. ആലപ്പുഴ 32.1, 24. പുനലൂർ 34, 22. തിരുവനന്തപുരം 32, 23.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.